ആമേൻ. സ്തോത്രം സ്തോത്രം. ഇന്നലെ എന്താ പറയാ, സുരേഷ് ബാബു പാസ്റ്റർ മീറ്റിംഗിന് പോയപ്പോ കേട്ട മെസ്സേജിന്റെ ഒരു കുറച്ച് ഭാഗം പറയാം. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട മെസ്സേജ് കേട്ടപ്പോഴത്തെ. പക്ഷെ അതെല്ലാം പറയാൻ പറ്റത്തില്ല, കാരണം വെച്ച് കഴിഞ്ഞാൽ കുറെ സമയം എടുത്ത് പറഞ്ഞ മെസ്സേജ് അപ്പൊ നമുക്കിവിടെ പെട്ടെന്ന് നിർത്തുന്നുണ്ട്. അതിന്റെ ചെറിയൊരു ഭാഗം ചെറിയൊരു ചിന്ത നമുക്ക് ചിന്തിച്ചിട്ട് ഹാലെ നിർത്തി പ്രാർത്ഥിക്കാം. അതിന് ഉൽപ്പത്തി പുസ്തകം 5-ാം അധ്യായത്തിന്റെ 21 തുടങ്ങി 24 ഒരു വാക്യം ഒന്ന് വായിക്കാവോ? ജെനസിസ് 5:21-24. 21 തുടങ്ങി 24 വരെ. ഹാനോക്കിന് 65 വയസ്സായപ്പോൾ അവന് മെതുശലഹ് ജനിച്ചു. മെതുശലഹ് ജനിച്ച ശേഷം ഹാനോക്ക് 300 സംവത്സരം ദൈവത്തോടുകൂടെ നടക്കുകയും അവന് പുത്രന്മാരും പുത്രിമാരും ജനിക്കുകയും ചെയ്തു. ഹാനോക്കിന്റെ ആയുഷ്കാലം ആകെ 365 സംവത്സരമായിരുന്നു. ഹാനോക്ക് ദൈവത്തോടുകൂടെ നടന്നു. ദൈവം അവനെ എടുത്തുകൊണ്ടതിനാൽ കാണാതെയായി. ലേഖനം 1:14-15 യൂദ ആദാം മുതൽ ഏഴാമനായ ഹാനോക്കും ഇവരെ കുറിച്ച് ഇതാ കർത്താവ് എല്ലാവരെയും വിധിപ്പാനും അവർ അഭക്തിയോട് ചെയ്ത ഭക്തിവിരുദ്ധമായ സകല പ്രവൃത്തികളും നിമിത്തം ഭക്തികെട്ട പാപികൾ തന്റെ നേരെ പറഞ്ഞ സകല നിഷ്ഠൂരതകളും നിമിത്തവും ഭക്തികെട്ടവരെ ഒക്കെയും ബോധം വരുത്തുവാനും 1000 വിശുദ്ധന്മാരോടുകൂടെ വന്നിരിക്കുന്നു എന്ന് പ്രവചിച്ചു. ആമേൻ. സ്തോത്രം. ഹല്ലേലൂയ. ആമേൻ. ഈ ഉദാഹരണ ലേഖനത്തിൽ പറഞ്ഞ പ്രവചനം വെളിപ്പാട് പുസ്തകത്തിലാണ്. ഹാലേ എന്ന് വെച്ചാൽ ദൈവം എല്ലാവരും വിധിക്കാൻ വേണ്ടിയിട്ട് ഹാലേലി ന്യായവിധിക്കായിട്ട് വരുമെന്നുള്ളത്. ഹാലെ അപ്പം ഹാനോക്ക് ഹാലേലിയ ദൈവത്തോട് കൂടെ നടന്ന ഹാനോക്ക്, ആമേൻ, ഉൽപ്പത്തിൽ നിന്ന ഹാനോക്ക് ഹാലേലിയ വെളിപ്പാട് പുസ്തകത്തിലുള്ള അവസാനം വരെയുള്ള കാര്യങ്ങൾ പ്രവചിച്ചിരുന്നു. ഹാലേലിയ കാരണം ദൈവത്തോട് കൂടെ നടക്കുന്ന, ദൈവത്തോട് ചേർന്നിരിക്കുന്ന ഹാലേലിയ അവർക്ക് ദൈവം വെളിപ്പെടുത്താതിരിക്കുന്നില്ല, മറച്ചു വെക്കുന്ന ഒന്നുമില്ല. ഹാലേലിയ അപ്പൊ ഹാനോക്കിന്റെ നമുക്ക് ഇതിനകത്ത് ഈ നമ്മൾ വായിക്കുന്ന ബൈബിൾ ഇല്ലെങ്കിൽ ഹാനോക്കിന്റെ ഒരു പുസ്തകം തന്നെയുണ്ട്. ഹാലേലിയ അല്ലാതെ നേരത്തെ അപ്പൊ അത് അപ്പൊ അവിടെ പറഞ്ഞ ഹാനോക്കിനെ ഹാലേലിയ എല്ലാത്തിനെ കുറിച്ച് ഹാനോക്ക് പ്രവചിച്ചിരുന്നു. അതിൽ ഈ ഈ യൂദായുടെ ലേഖനത്തിൽ എഴുതിയിരിക്കുന്ന വെളിപ്പാടിലെ അല്ലെങ്കിൽ കർത്താവിന്റെ വരവെങ്കിൽ ഹാലേലിയ ആമേൻ നമുക്ക് ന്യായവിധി ഉണ്ടെന്നുള്ളതിനെ കുറിച്ച് തന്നെയാണ് പറഞ്ഞത്. അപ്പൊ അതുകൊണ്ട് ഹാനോക്ക് കൂടെ നടന്ന ദൈവത്തോട് കൂടെ നടന്ന ഹാനോക്കിനെ കുറിച്ചാണ് ആമേൻ പറഞ്ഞത്. അപ്പൊ നമ്മൾ ദൈവത്തോട് കൂടെ നടന്ന് അപ്പം ഹാനോക്ക് ദൈവത്തോട് കൂടെ നടന്ന് ദൈവം അവനെ എടുത്തുകൊണ്ട് തന്നെ കാണാതെ ഹാലിലെ നമ്മളൊക്കെ അപ്പൊ ഒരു നടപ്പുണ്ട്, ദൈവികപരമായ ഒരു നടപ്പുണ്ട്. നമ്മൾ പുതിയ നിയമത്തിൽ വിശുദ്ധരായിരിക്കുമ്പോൾ നമുക്ക് ചില നടപ്പുകൾ ദൈവം പറഞ്ഞു. അങ്ങനെ നമ്മൾ എങ്ങനെ നടക്കണം, 10 നടപ്പിനെ കുറിച്ച് മാത്രം പറയാം നമുക്ക്. ബാക്കിയുള്ള ഭാഗം എപ്പോഴെങ്കിലും എനിക്ക് സമയം അല്ലെങ്കിൽ നമുക്ക് പറയണം തോന്നിക്കുക പിന്നെ കണ്ടിന്യൂ ചെയ്യാം. 2 കൊരിന്ത്യർ 5-ാം അധ്യായത്തിന്റെ 7-ാം വാക്യം വായിക്കാം. 2 കൊരിന്ത്യർ 5:7. 2 കൊരിന്ത്യർ 5:7. നമ്മുടെ നടപ്പ് എങ്ങനെയായിരിക്കണം? അല്ല, വിശ്വാസത്താൽ അത്രയും ഞങ്ങൾ നടക്കുന്നത്. ആത്മാവിന്റെ അച്ചാറ് തന്നിരിക്കുന്ന ദൈവം ആകിയാൽ ഇതാ കേട്ടില്ലല്ലോ. 2 കൊരിന്ത്യർ 5:7 ഓക്കെ. കാഴ്ചയുള്ള വിശ്വാസത ഞങ്ങൾ നടക്കുന്നത്. അതെ, അപ്പൊ നമ്മുടെ നടപ്പ് എങ്ങനെയായിരിക്കണം? അത് വിശ്വാസം. അപ്പൊ ബൈ ഫെയ്ത്ത് ആയിരിക്കും നമ്മൾ നടക്കുക. കാഴ്ച അപ്പം നമ്മൾ വിശ്വാസത്തോടെ നടക്കണം. അങ്ങനെ വിശ്വാസത്തോടെ നടന്നാലാണ് നമ്മൾ കാണാൻ. പുതിയ നിയമത്തിൽ പത്രോസ് ഹാലേലിയ യേശുക്കർത്ത വെള്ളത്തിന് മീതെ നടന്നു. ഹാലേലിയ പക്ഷേല് യേശുക്കർത്ത വെള്ളത്തിന് മീതെ നടന്ന അത്ഭുതമല്ല, പക്ഷെ പത്രോസ് നടന്ന അത്ഭുതമാണ്. പത്രോസുകാരുടെ വിശ്വാസം, പത്രോസിനെ അതിന്റെ മീതെ നടത്തിച്ച കർത്താവിന്റെ പ്രവൃത്തി അത് നമുക്ക് ഹാലേലിയ പത്രോസ് എങ്ങനെയാണെന്ന് വിശ്വാസത്തെ യേശുക്കർത്തന്റെ വാക്കിനോടുള്ള വിശ്വാസത്താണ് പത്രോസ് അതല്ലേ വരിക എന്ന് പറഞ്ഞപ്പോഴത്തേന് ഹാലേലൂയ ആ വാക്ക് കേട്ട് പത്രോസ് ഇറങ്ങി. പത്രോസ് ചുവട് വെച്ച് പത്രോസ് നടന്ന് ഹാലേലൂയ ഇടയ്ക്കൊന്നും മുങ്ങിയെങ്കിലും പക്ഷെ പത്രോസ് നടന്ന് തിരിച്ചും പത്രോസ് നടന്നു തന്നെയാണ് പടകിൽ വന്നത്. അപ്പൊ കാഴ്ചയാലല്ല വിശ്വാസത്തിൽ. അപ്പൊ നമ്മൾ വിശ്വാസികൾ നമ്മുടെ കൺമുമ്പിൽ കാണുന്നതല്ല വിശ്വസിക്കേണ്ടത്. ഹാലേലൂയ
നമ്മുടെ വിശ്വാസം അതാണ് ഹാലെ, കാണാത്തതിന് ഹാലെ, നമ്മള് വിശ്വാസം എന്ന് ആശിക്കുന്ന നമുക്ക് കാണാത്ത കാര്യങ്ങൾ നിശ്ചയം. അപ്പൊ നമുക്ക് ഹാലെ ഈ നമ്മുടെ ഭൗതികമണ്ഡലം, നമ്മുടെ ഈ പുറമേയുള്ള കണ്ണുകൊണ്ട് കാണുന്നത് നോക്കിയിട്ടല്ല നമ്മൾ നടക്കേണ്ടത്. നമ്മളെപ്പോഴും വിശ്വാസത്താൽ നടക്കേണ്ട, എന്നാലേ നമ്മൾ വിശ്വാസികൾ എന്ന് പറയത്തുള്ളൂ. അപ്പൊ നമ്മുടെ നടപ്പ് കാഴ്ചയാലല്ല വിശ്വാസം. മീഖയുടെ ലേഖനം 6:8. മീഖ പ്രവാചകന്റെ പുസ്തകം 6:8. മീഖ 6:8. മനുഷ്യ, നല്ലതെന്തെന്ന് അവൻ നിനക്ക് കാണിച്ചു തന്നിരിക്കുന്നു. ന്യായം പ്രവർത്തിപ്പാനും ദയാതൽപരനായിരിക്കാനും നിന്റെ ദൈവത്തിന്റെ സന്നിധിയിൽ താഴ്മയോടെ നടപ്പാനും അല്ലാതെ എന്താകുന്നു യഹോവ നിന്നോട് ചോദിക്കുന്നത്? അപ്പൊ നമ്മുടെ ദൈവസന്നിധി എങ്ങനെ നടക്കണം? താഴ്മയോടെ നടക്കണം. താഴ്മയോടെ നടക്കണം. നമ്മള് ദൈവസന്നിധി നടക്കുമ്പോൾ നമ്മുടെ നടപ്പ് എങ്ങനെയായിരിക്കണം? താഴ്മയോടെ നടക്കണം എന്ന് പറയുന്ന ഹല്ലേലൂയ. നല്ല അവൻ നിനക്ക് കാണിച്ചു തന്നിരിക്കുക ന്യായം പ്രവർത്തിപ്പാനും ദയാതൽപരനായി നിന്റെ ദൈവസന്നിധിയിൽ താഴ്മയോടെ നടപ്പാനും എന്താണ് യഹോവ. അപ്പം നമ്മള് ഹല്ലേലൂയ ദൈവത്തിന്റെ സന്നിധി താഴ്മയോട് നടന്നാൽ മാത്രമേ നമുക്ക് മറ്റുള്ളവരോട് ഹല്ലേലൂയ ദൈവം മനസ്സിലും ഹല്ലേലൂയ മറ്റുള്ളവരെ കൺസിഡർ ചെയ്യാനും മറ്റുള്ളവരെ മനസ്സിലാക്കാനൊക്കെ കാണും. അപ്പം അതിന് ദേവദാസൻ പറഞ്ഞൊരു കാര്യമുണ്ട്, ചെറിയ തലയും വലിയ ഹൃദയം ഉണ്ടായാൽ മതി. അപ്പൊ ഇന്നത്തെ കാലത്ത് എല്ലാവർക്കും നേരെ തിരിച്ചാ, വലിയ തലയും ചെറിയ ഹൃദയമാണ്. നമ്മുടെ ഹൃദയം വലുതായിരിക്കണം. എന്ന് വെച്ചാൽ നമുക്ക് മറ്റുള്ളവരെ സ്നേഹിക്കാനും കരുതാനും അവരുടെ സങ്കടങ്ങൾ കേൾക്കുമ്പോഴും വിഷമങ്ങൾ കേൾക്കുമ്പോൾ അല്ലെങ്കിൽ മറ്റുള്ളവരെ കാണുമ്പോൾ അവർ നമ്മളെക്കാട്ടി ഹല്ലേലൂയ നമ്മുടെ ഹൃദയത്തോട് ചേർത്ത് നിർത്താനായിട്ടും ഒക്കെ നമുക്ക് കഴിയണമെങ്കിൽ നമുക്ക് നല്ല ഹൃദയം ഉണ്ടാകണം. പക്ഷെ അപ്പൊ നമ്മുടെ തല എന്ന് വെച്ചാൽ തല കനമൊക്കെ കുറഞ്ഞ് തലയൊക്കെ ചെറുതാക്കി വെച്ച് ഹല്ലേലൂയ അങ്ങനെയായിരിക്കും. അപ്പൊ നമ്മൾ താഴ്മയോട് നടക്കണം ദൈവസന്നിധിയിൽ. ഹല്ലേലൂയ. അടുത്ത 3 ജോൺ 4 വാക്യം. ഹല്ലേലൂയ. 3 ജോൺ 4 വാക്യം. എന്റെ മക്കൾ സത്യത്തിൽ നടക്കുന്നു എന്ന് കേൾക്കുന്നതിനേക്കാൾ വലിയ സന്തോഷമില്ല. അപ്പൊ മക്കൾ എങ്ങനെ നടക്കണം? എനിക്കില്ല. സത്യത്തിൽ നടക്കണം നമ്മൾ. ഹല്ലേലൂയ. നമ്മൾ സത്യത്തിൽ നടക്കുക വെച്ചാൽ ദൈവത്തിന്റെ വചനമാണ് സത്യം. ഹല്ലേലൂയ. അതുപോലെ സകല മേഖലയിലും ആ വചനം സത്യത്തിൽ നമ്മൾ നടക്കണം. അപ്പൊ ദൈവത്തിന്റെ മക്കൾ എങ്ങനെയാ നടക്കണം? മൂന്നാമത് സത്യത്തിൽ നടക്കണം. നാലാമത്തെ 1 ജോൺ 1:7. 1 ജോൺ 1:7. 1:7. അവൻ വെളിച്ചത്തിൽ ഇരിക്കുന്നത് പോലെ നാം വെളിച്ചത്തിൽ നടക്കുന്നുവെങ്കിൽ നമുക്ക് തമ്മിൽ കൂട്ടായ്മയുണ്ട്. അവന്റെ പുത്രനായ അവന്റെ പുത്രനായ യേശുവിന്റെ രക്തം സകല പാപം പൊക്കി നമ്മെ ശുദ്ധീകരിക്കുന്നു. നമ്മളെപ്പോഴും പറയും യേശുക്രിസ്തുവിന്റെ രക്തം നമ്മളെ സകല പാപവും പൊക്കി നമ്മളെ ശുദ്ധീകരിക്കും. പക്ഷെ എങ്ങനെയുള്ളവർക്കായി ഇത് ആപ്ലിക്കബിൾ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവൻ വെളിച്ചത്തിൽ ഇരിക്കുന്നു, നാം വെളിച്ചത്തിൽ നടക്കുന്നു എങ്കിൽ നമുക്ക് തമ്മിൽ കൂട്ടായ്മയുണ്ട്. അപ്പൊ കർത്താവ് വെളിച്ചത്തിലാണ് നടക്കുന്നത്. അതുപോലെ നമ്മൾ വെളിച്ചത്തിൽ നടക്കുന്നത് വെച്ചാൽ നമ്മളിൽ ഇരുട്ടിന്റെ പ്രവർത്തനം ഒന്നും ഉണ്ടാകാൻ പാടില്ല. മറച്ചു വെച്ചിട്ട് ഒന്നും ചെയ്യാൻ പാടില്ല. നമ്മൾ ഇരുട്ടിന്റെ പ്രവൃത്തി എപ്പോഴും നമ്മൾ മറ്റിടത്തേക്കാൾ ദുർനടപ്പ് എല്ലാം ഇരുട്ടിന്റെ പ്രവൃത്തികളാണ്. അവർ രാത്രി അധികം സ്നേഹിക്കുന്നത് അങ്ങനെ അത് രാത്രി അധികം സ്നേഹിക്കുന്നവരാണ്. അപ്പൊ അതുകൊണ്ട് രാത്രിയെ സ്നേഹിക്കുന്ന ഇരുട്ടിനെ സ്നേഹിക്കുന്നവർ ഇരുട്ടിന്റെ മറവിലാണ് എല്ലാ ദുർമാർഗങ്ങളും നടക്കുന്നത്. അപ്പൊ നമ്മള് ദൈവത്തിന്റെ മക്കൾ എപ്പോഴും വെളിച്ചത്തിൽ നടക്കുന്നവരായിരിക്കണം. അപ്പൊ നമ്മൾ എപ്പോഴും യേശുക്രിസ്തുവിന്റെ രക്തം നമ്മളെ സകല പാവവും ഒക്കെ നമ്മൾ ശുദ്ധീകരിച്ച്, പക്ഷെ സകല പാവവും ഒക്കെ നമ്മൾ ശുദ്ധീകരിക്കുന്ന വെറുതെ അങ്ങോട്ടും ഇങ്ങോട്ടും നടന്നിട്ട് എങ്ങനെയും നടക്കുന്നവർക്കെല്ലാം ഹല്ലേലൂയ ആമേൻ ഹല്ലേലൂയ. ഇത് ആമേൻ നമ്മള് എന്താ പറയാ നമ്മുടെ വാഷിംഗ് മെഷീൻ ഒന്നും അല്ല യേശുക്രിസ്തുവിന്റെ രക്തം വെച്ച് നമ്മളെ കഴുകാനായിട്ട്. ഹല്ലേലൂയ. യേശു കർത്താവിന്റെ രക്തം നമ്മളെ ശുദ്ധീകരിക്കണമെങ്കിൽ നമ്മൾ ഹല്ലേലൂയ വെളിച്ചത്തിൽ നടക്കുന്നവരായിരിക്കണം. അല്ലാതിരുന്നോണ്ട് രക്തം ജയം ഒക്കെ പറഞ്ഞാലൊന്നും കാര്യമൊന്നുമില്ല. ഹല്ലേലൂയ. നമ്മൾ നടപ്പ് എങ്ങനെയായിരിക്കണം? നമ്മൾ എപ്പോഴും കർത്താവ് ഇവിടെ പറയുന്നത് അവൻ വെളിച്ചത്തിൽ ഇരിക്കുന്നത് പോലെ. ഹല്ലേലൂയ. നമ്മുടെ ദൈവം എപ്പോഴും വെളിച്ചമാണ്. ഹല്ലേലൂയ. ആ വെളിച്ചത്തിൽ ഇരിക്കുന്ന പോലെ നാമും വെളിച്ചത്തിൽ നടക്കുന്നു എങ്കിൽ നമുക്ക് കൂട്ടാൻ അപ്പൊ നമ്മുടെ നടപ്പ് വെളിച്ചത്തിലായിരിക്കണം. ഹല്ലേലൂയ. അടുത്തത് ഹല്ലേലൂയ 2 കൊരിന്ത്യർ 2:14. സോറി നേരത്തെ പറഞ്ഞതിന്റെ റെഫറൻസ് ഒന്ന് പറയാം ഒന്നും കൂടി. 1 ജോൺ 1:7. ഓക്കെ. 2 കൊരിന്ത്യർ 2:14. ക്രിസ്തുവിൽ ഞങ്ങളെ എപ്പോഴും ജ്യോത്സവമായി നടത്തുകയും എല്ലായിടത്തും ഞങ്ങളെ കൊണ്ട് തന്റെ പരിജ്ഞാനത്തിന്റെ വാസന വെളിപ്പെടുത്തുകയും ചെയ്യുന്ന ദൈവത്തിന് സ്തോത്രം.
നമ്മളെ എപ്പോഴും ജയോത്സവമായി നടത്തുന്നു. ഹാലേലൂയ. അപ്പൊ നമ്മളെപ്പോഴും ജയോത്സവമായി നടക്കുക. കാരണം നമ്മള് തോറ്റ ദൈവത്തിന്റെ മക്കളല്ല, ജയിച്ച ജയാളിയെ ക്രിസ്തുവിന് ക്രിസ്തുവിന്റെ മക്കളാണ്. ഹാലേലൂയ. അപ്പൊ നമ്മുടെ കർത്താവ് ജയോത്സവമായി ജയിച്ചതാണെങ്കിൽ നമ്മളെ എപ്പോഴും കർത്താവ് നടത്തും, നമ്മളെ ജയോത്സവമായി തന്നെ നടത്തും. നമ്മളെപ്പോഴും എങ്ങനെ ജയോത്സവമായി നടക്കുക. അപ്പൊ ജയം ഘോഷിക്കാൻ വേണ്ടിയിട്ട് ജയത്തിന്റെ നമ്മള് പഴയ നിയമത്തിൽ ജയത്തിന്റെ ഉല്ലാസത്തിന്റെയും ഘോഷയുടെ നീതിമാന്മാരുടെ കൂടാരങ്ങളുണ്ട് എന്ന് പറയുന്ന കണക്ക് നമ്മളെ എപ്പോഴും ജയോത്സവമായി നടത്തുന്ന ദൈവം. ഹാലേലൂയ. അപ്പൊ ആ ജയോത്സവമായി നടത്താനായിട്ട് അപ്പൊ ആ ജയോത്സവം നടത്തിയ എല്ലായിടത്തും ഞങ്ങളെ കൊണ്ട് തന്റെ പരിജ്ഞാനത്തിന്റെ വാസന വെളിപ്പെടുത്തുകയും ചെയ്യും. അപ്പൊ ദൈവത്തിന്റെ പരിജ്ഞാനത്തിന്റെ വാസന, ദൈവത്തിന്റെ പരിജ്ഞാനം, അത് നമുക്കറിയാം എത്രത്തോളം. അത് നമ്മൾ എവിടെ ചെല്ലുമ്പോഴും ഏത് ഏതിടത്തേക്ക് കടന്നു ചെന്നാലും അത് നമ്മളിൽ നിന്ന് വെളിപ്പെടണം. എന്നാലേ നമുക്ക് ജയോത്സവമായി നടക്കാൻ പറ്റത്തുള്ളൂ, അല്ലെ? ഇപ്പൊ ജ്ഞാനം, പരിജ്ഞാനം, ദൈവത്തിന്റെ പരിജ്ഞാനം, ദൈവത്തെ കുറിച്ച് നല്ല ദിവസം പറഞ്ഞ് ദൈവത്തിന്റെ പരിജ്ഞാനം നമുക്ക് വരുന്നതാണ്. നമുക്ക് ദൈവത്തെ കുറിച്ചൊരു പരിജ്ഞാനം വരണം ആദ്യമേ. നമ്മുടെ ദൈവം ആരെന്നുള്ള പരിജ്ഞാനം നമുക്ക് വന്നാല് നമ്മൾ പരിജ്ഞാനമുള്ളവരായി മാറും. നമ്മളിപ്പോ ഒരു സ്ഥലത്ത് എന്നൊരു സാഹചര്യത്തിൽ ചെന്ന് അവിടെ ഒരു അന്ധകാര മണ്ഡലങ്ങളിൽ കൂടാരമായിരിക്കും സ്ഥലത്ത് കയറി ചെല്ലുമ്പം നമ്മൾ അവിടെ ചെല്ലുമ്പോൾ നമ്മുടെ ദൈവം ആരെന്ന് പരിജ്ഞാനം ഉണ്ടെങ്കിൽ നമ്മൾ ആരെന്ന് പറയും. അങ്ങനെയാണെങ്കിൽ നമ്മൾ അതിനെ കണ്ടിട്ട് ഭയപ്പെടുന്നവരല്ല, അതിനെ കണ്ട് പേടിക്കത്തില്ല. അതിന് മുമ്പ് നിൽക്കുമ്പോൾ നമുക്ക് അയ്യോ ഇത് എന്താ നമ്മൾ അങ്ങനെ ഉപദ്രവിക്കുക, അല്ലെ നമ്മളിലേക്ക് എന്തെങ്കിലും വരുമെന്ന് തോന്നുന്നില്ല. കാരണം നമുക്ക് പരിജ്ഞാനം തന്നെങ്കിൽ അവിടെ നമ്മൾ ജയോത്സവം നടക്കുക. അല്ല നമ്മൾ തോറ്റവരായിട്ട്, ഭയപ്പെടുന്നവരായിട്ട്, ഭീരുക്കളായിട്ട് അല്ല. നമ്മളവിടെ ജയിക്കാനായിട്ട് ദൈവം പഠിപ്പിച്ചിരിക്കുന്നത് അങ്ങനെ. ദൈവത്തിന്റെ പരിജ്ഞാനം, ദൈവത്തെ കുറിച്ചുള്ള പരിജ്ഞാനം നമ്മളുണ്ടാകുമ്പോൾ നമുക്ക് ദൈവത്തിന്റെ പരിജ്ഞാനം വരും. ആ പരിജ്ഞാനം തന്നെയാണ് നമ്മൾ എല്ലായിടും ജയോത്സവം നടത്തുക. എന്റെ ഈ കർത്താവ് ആരെന്നുള്ള പരിജ്ഞാനം നമുക്ക് വേണം. നമുക്ക് കർത്താവ് ആരെന്നുള്ള പരിജ്ഞാനം വന്നു കഴിഞ്ഞാൽ നമുക്ക് സകലയിടത്തും ജയോത്സവമായി തന്നെ നടക്കാൻ പറ്റും. അടുത്ത പറയുന്ന എഫേസ്യർ 5:2. എഫേസ്യർ 5:2. എഫേസ്യർ 2:2 ആണോ? 5:2. 5:2. ഓക്കെ. ക്രിസ്തു നിങ്ങളെ നമുക്ക് ഓക്കെ. ക്രിസ്തു നിങ്ങളെ സ്നേഹിച്ച് നമുക്ക് വേണ്ടി തന്നെത്താൻ ദൈവത്തിന് സൗരഭ്യവാസനയായ വഴിപാടും യാഗവുമായി അർപ്പിച്ചതുപോലെ സ്നേഹത്തിൽ നടപ്പീൻ. നമ്മൾ എങ്ങനെ നടക്കണം? സ്നേഹത്തിൽ നടക്കണം. കർത്താവ് യേശു ക്രിസ്തു എങ്ങനെയാ നമ്മളെ സ്നേഹിച്ചത്? തന്നെത്താൻ അർപ്പിച്ചു. നമ്മളെ സ്നേഹിച്ചു, നമുക്ക് വേണ്ടി തന്നെത്താൻ ദൈവത്തിന് സൗരഭ്യവാസനയായ വഴിപാടും യാഗവുമായി അർപ്പിച്ചതുപോലെ സ്നേഹത്തിൽ നടക്കും. നമ്മുടെ ദൈവം സ്നേഹമാണ്. ഹല്ലേലൂയ. മറ്റൊരു ഞാൻ എപ്പോഴും ദൈവത്തിനെ കുറിച്ച് എന്ത് ചോദിച്ചാൽ, ദൈവം ആരാ എനിക്കെന്ന് ചോദിച്ചാൽ ഞാൻ എപ്പോഴും പറയും ദൈവം എനിക്ക് സ്നേഹമാണ്. ഗോഡ് ഈസ് ലവ്. അതിനെക്കാട്ടി വലിയ ഡെഫിനേഷൻ എനിക്കില്ല. ദൈവത്തെ കുറിച്ച് പറയാം. നമുക്ക് ദൈവം എല്ലാമാണ്, പക്ഷെ ഏറ്റവും എന്താണെന്ന് ഒരു വാക്കി പറഞ്ഞ ദൈവം സ്നേഹമാണ്. ആ ദൈവം എങ്ങനെ സ്നേഹം പ്രകടിപ്പിച്ച് തന്നെത്താൻ ത്യജിച്ച് ഹല്ലേലൂയ നമുക്ക് വേണ്ടി ജീവൻ കൊടുത്ത് നമ്മളെ അടിസ്ഥാനത്തുള്ള രക്തം വരെ നമുക്ക് ഒരു യാഗവസ്തു എങ്ങനെയാണ് ആ യാഗം അർപ്പിച്ച് ഒരു സൗരഭ്യവാസനയായിട്ട് മാറുന്നത്, അതുപോലെ നമുക്ക് വേണ്ടി അർപ്പിച്ച് തന്റെ സ്നേഹത്തെ പ്രകടിപ്പിച്ചു. അപ്പൊ അതുകൊണ്ട് ആ ദൈവത്തിന്റെ സ്നേഹം നമ്മളിൽ ഉള്ളത് കൊണ്ട് ഇത് സ്നേഹത്തിന്റെ നമുക്ക് ദൈവത്തിന്റെ സ്നേഹമാണ് നമ്മളോട് കണ്ടിരിക്കുന്ന നമ്മൾ ബൈബിൾ വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാകുന്നത്. ആ സ്നേഹത്തിൽ നമ്മൾ സ്നേഹിക്കാൻ നമ്മളെ പഠിപ്പിച്ച കർത്താവ് സ്നേഹിച്ച് ദൈവം ലോകത്തെ സ്നേഹിച്ചുകൊണ്ട് സ്വന്തം പുത്രനെ ആദരിക്കാൻ നമുക്ക് വേണ്ടി സ്വന്തം പുത്രൻ എങ്ങനെയാ തന്റെ ജീവൻ കൊടുത്ത് നമ്മളെ സ്നേഹിച്ചു. അതുകൊണ്ട് നമ്മൾ എപ്പോഴും സ്നേഹത്തിൽ നടക്കുന്നവരായിരിക്കണം. പൗലോസ് ഒപ്പോസും പറയുന്നുണ്ട് കൊരിന്ത്യർ 13 അത് സ്നേഹത്തിന്റെ അധ്യായം എന്ന് നമുക്ക് പറയാം. കാരണം അവിടെ പറയും നമ്മുടെ ശരീരം തന്നെ ചുടുവാൻ ഏൽപ്പിച്ചാൽ, നമ്മൾ ദൂതന്മാരുടെ ഭാഷയെ സംസാരിച്ചാൽ എന്തൊക്കെ അത്ഭുതങ്ങൾ, അടയാളങ്ങൾ വീരും, പക്ഷെ നമുക്ക് സ്നേഹമില്ലെങ്കിൽ ഒന്നുമില്ല. സ്നേഹമില്ലെങ്കിൽ ഏതുമില്ലെന്ന്. അപ്പൊ നമ്മൾ സ്നേഹത്തിൽ നടക്കണം. നമ്മൾ ഏറ്റവും കൂടുതൽ നമ്മൾ മറ്റുള്ളവരെ നമ്മളെ പോലെ തന്നെ കർത്താവ് പഠിപ്പിച്ചതിനകത്ത് തന്നെ പോലെ തന്നെ അയൽക്കാരനെ സ്നേഹിക്കാൻ പറഞ്ഞു. നമ്മളെപ്പോഴും നടക്കുന്ന സ്നേഹത്തിൽ നടക്കണം. ഹല്ലേലൂയ. അടുത്തത് ഹല്ലേലൂയ. കൊലോസ്യർ 1:10. 1:10. നിങ്ങൾ പൂർണ്ണപ്രസാദത്തിനായി കർത്താവിന് യോഗ്യമാകുമെന്ന് നടന്ന് ആത്മീയമായ സകല ജ്ഞാനത്തിലും വിവേകത്തിലും അവന്റെ ഇഷ്ടത്തിന്റെ പരിജ്ഞാനം കൊണ്ട് നിറഞ്ഞു വരണമെന്നും സകല സൽപ്രവൃത്തിയിലും ഫലം കായ്ച്ച് ദൈവത്തെ കുറിച്ചുള്ള പരിജ്ഞാനത്തിൽ വളരണമെന്നും സകല അപ്പൊ ഇവിടെ പറയുന്നത് ഹല്ലേലൂയ
നിങ്ങൾ പൂർണ്ണ പ്രസാദത്തിന് കർത്താവിന് യോഗ്യമാവണ്ണം നടന്ന് ആത്മീയമായ സകല ജ്ഞാനത്തിന് വേഗത്തിൽ അവന്റെ ഇഷ്ടത്തിന്റെ പരിജ്ഞാനം കൊണ്ട് നിറഞ്ഞു. അപ്പൊ നമ്മൾ ഒന്ന് ഹാലെ ദൈവത്തിന്റെ ഇഷ്ടത്തിനനുസരിച്ച് നടക്കണം. ഹാലിയ അല്ലെ ദൈവത്തിനെ പ്രസാദിപ്പിക്കണം, അത് യോഗ്യമാവണ്ണം നടക്കണം. ഹാലെ അപ്പം ദൈവത്തെ പ്രസാദിപ്പിക്കാനായിട്ട് നമ്മൾ യോഗ്യമാവണ്ണം നടക്കണം. ഹാലിലി അപ്പം ദൈവത്തിന് പ്രസാദമുള്ളതുപോലെ നമ്മൾ നടക്കണം. അത് യോഗ്യമാവണ്ണം നടക്കും. ആർക്ക് യോഗ്യമാവണ്ണം നടക്കുക? ദൈവത്തിന് യോഗ്യമാവണ്ണം നമ്മൾ നടക്കണം. ഹല്ലേലൂയ. നമ്മുടെ യോഗ്യതയ്ക്ക് അനുസരിച്ചല്ല നമ്മൾ നടക്കേണ്ടത്, നമ്മുടെ കർത്താവിന്റെ യോഗ്യതയ്ക്ക് അനുസരിച്ച് നമ്മൾ നടക്കണം. ഹല്ലേലൂയ. ആമേൻ. ഹല്ലേലൂയ. അപ്പം നമ്മൾ അവിടെ പിന്നെ താഴോട്ട് പോയത് അവിടെ സെന്റൻസിന് കുത്തും കോമയൊന്നും ഇല്ലാത്തതുകൊണ്ട് ഇങ്ങനെ താഴോട്ട് പോകും. അതുകൊണ്ട് ഞാൻ പിന്നെ അത് മതി. അപ്പൊ നമ്മൾ വായിച്ച പിന്നെ ഫുള്ള് നമ്മൾ പറഞ്ഞിട്ടില്ലേ പോകാൻ പറ്റും. അതുകൊണ്ടാണ്. അപ്പൊ ദൈവത്തെ പ്രസാദിപ്പിക്കണം, കർത്താവിന് യോഗ്യമാണ് നമ്മൾ നടക്കണം. ഹാലില അതാണ് നമ്മുടെ നടപ്പ്. ഹാലിലിയ. ഏഴാമത്തെ നടപ്പ്. എട്ടാമത്തെ നടപ്പ് റോമാലേഖനം 13-ാം അധ്യായത്തിന്റെ 13-ാം വാക്യം. റോമർ 13-ന്റെ 13. പകൽ സമയത്തെന്ന പോലെ നാം മര്യാദയായി നടക്കുക, വെറുക്കൂത്തുകളിലും മദ്യപാനങ്ങളിലുമല്ല, ശയനമോഹങ്ങളിലും ദുഷ്കാമങ്ങളിലുമല്ല, പിണക്കത്തിലും അസൂയയിലുമല്ല, കർത്താവായ യേശുക്രിസ്തുവിനെ തന്നെ ധരിച്ചുകൊള്ളുവിൻ. ആമേൻ. അപ്പൊ നമ്മളിങ്ങനെ മര്യാദയായി നടക്കണം. ഹാലേലൂയ. പകൽ സമയത്ത് എന്ന പോലെ നാം മര്യാദ, നേരത്തെ പറഞ്ഞ് വെളിച്ചത്തിൽ നടക്കുന്നത് പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു പകൽ സമയം അല്ലെ പകൽ സമയം എന്ന് കാണിക്കുന്ന വെളിച്ചത്. അപ്പൊ അവിടെ നമ്മളിപ്പം വെളിച്ചമുള്ളപ്പോൾ നമ്മൾ മര്യാദക്കാരായിരിക്കും എല്ലാവരും. ഹല്ലേലൂയ. വെളിച്ചം എന്ന് വെച്ചാൽ ആരെയും കാണാതാണ് കുരുത്തക്കേടുകളൊക്കെ എല്ലാവരും ചെയ്യുന്നത്. ഹല എന്ന് വെച്ചാൽ ഇരുട്ടിന്റെ മറവിലാണ്, എന്തിന്റെങ്കിലും മറവിൽ. അപ്പൊ നമ്മൾ മര്യാദയായിട്ട് നടക്കണം. നമ്മളെ വിളിച്ച ദൈവം ഹല്ലേലൂയ ആ ദൈവത്തിന്റെ യോഗ്യതയ്ക്കനുസരിച്ച് നടക്കണം. കുറച്ച് പറഞ്ഞു. അപ്പൊ നമ്മൾ അടുത്തത് മര്യാദയായിട്ട് നടക്കണം. ഹല്ലേലൂയ. അടുത്ത എഫേസ്യ ലേഖനം 4-ാം അധ്യായത്തിന്റെ 1-2 വാക്യം കുറിച്ചു. എഫേസ്യർ 4-ന്റെ 1-2. കർത്തൃസേവ നിമിത്തം ബദ്ധനായിരിക്കുന്ന ഞാൻ പ്രബോധിപ്പിക്കുന്നത്, നിങ്ങളെ വിളിച്ചിരിക്കുന്ന വിളിക്ക് യോഗ്യമാവണ്ണം പൂർണ്ണ വിനയത്തോടും സൗമ്യതയോടും ദീർഘക്ഷമയോടും കൂടെ നടക്കുകയും സ്നേഹത്തിൽ അന്യോന്യം പൊറുക്കുകയും ആത്മാവിന്റെ ഐക്യത സമാധാനത്തിൽ കാപ്പാൻ ശ്രമിക്കുകയും ചെയ്യുകയും. ആമേൻ. ഹല്ലേലൂയ. അവിടെ കർത്തൃസേവ നിമിത്തം ബദ്ധനായിരിക്കുകയും പ്രബോധി നിങ്ങളെ വിളിക്ക് യോഗ്യമാവണ്ണം. ഒന്ന് നമ്മൾ വിളിക്ക് യോഗ്യമാവണ്ണം, നമ്മുടെ വിളിയും തെരഞ്ഞെടുപ്പ് അനുസരിച്ച് അതിന് യോഗ്യമാവണ്ണം നടക്കണം. അടുത്ത പൂർണ്ണ വിനയത്തോടെ നടക്കണം, സൗമ്യതയോടും ദീർഘക്ഷമയോടും കൂടെ നടക്കണം. ഹല്ലേലൂയ. അപ്പം വിളിച്ച വിളിക്ക് ഓരോരുത്തരെയും വിളിച്ച വിളി വ്യത്യസ്തമാണ്. അപ്പോസ്തലന്മാരെ വിളിച്ച വിളിയല്ല പ്രവാചകന്മാരെ വിളിച്ച വിളിയല്ല ഇവാഞ്ചലിസ്റ്റുകളെ വിളിച്ചത്. അതുപോലെ നമ്മളെ ഓരോരുത്തരും ദൈവം വിളിച്ചിരിക്കുന്ന വിളിയുണ്ട്. ഹാലിയ. അപ്പം വിളിയും തെരഞ്ഞെടുപ്പ് നമ്മൾ മനസ്സിലാക്കണം. അപ്പൊ വിളിയും തെരഞ്ഞെടുപ്പ് മനസ്സിലാക്കി ആ വിളിച്ച വിളിക്ക് യോഗ്യം, നമ്മൾ വിളിച്ച സ്വർഗീയ വിളിയാ അല്ലെ, സ്വർഗീയ പങ്കാളി ഓഹരിക്കാരായിരിക്കും. നമ്മൾ സ്വർഗീയമായ വിളിയെ വിളിച്ചു. അപ്പൊ നമ്മൾ സ്വർഗീയമായ വിളി കേട്ടവരാണ്. വിളിച്ച് കേട്ടതെങ്കിൽ നമ്മൾ ആ വിളിക്ക് യോഗ്യമാവണ്ണം നടക്കണം. നേരത്തെ നടന്നതുപോലെ നടക്കില്ല. പിന്നെ അവിടെ ഒന്നും കൂടെ എടുത്ത് പറയുന്നത്, നമ്മൾ എപ്പോഴും പൂർണ്ണ വിനയത്തോടെ നടക്കണം, സൗമ്യതയോടെ നടക്കണം, ദീർഘക്ഷമയോടെ നടക്കണം. ഹാലേലൂയ. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് ഈ ഒരു വാക്യത്തിൽ തന്നെ പറഞ്ഞേക്കല്ല. പൂർണ്ണ സഹിഷ്ണുതയോടെ പൂർണ്ണ വിനയത്തോടുകൂടി സൗമ്യതയോടെയും ദീർഘക്ഷമയോടെയും ഒക്കെ നടക്കണം. അപ്പൊ അതിന്റെ മെയിൻ കണ്ടന്റ് വിളിക്ക് യോഗ്യമാവണ്ണം നമ്മൾ നടക്കണം. 10-ാമത്തത് ഗലാത്യ ലേഖനം 5-16. ആത്മാവിനെ അനുസരിച്ച് നടപ്പീൻ, എന്നാൽ നിങ്ങൾ ജഡത്തിന്റെ മോഹം നിവർത്തിക്കുകയില്ല എന്ന് ഞാൻ പറയുന്നു. അപ്പൊ ആത്മാവിനെ അനുസരിച്ച് നടക്കണം. ഹാലേലൂയ. പരിശുദ്ധ ആത്മാവ് ഹാലേലൂയ നടത്തുന്നത് പോലെ അതിനെ അനുസരിച്ച് നടക്കണം. ഹാലേലൂയ. നമ്മൾക്ക് നമ്മൾ ആത്മീയരെന്നാ പറയുന്നത്. അപ്പൊ ആത്മാവിനെ അനുസരിച്ച് നടക്കുക എന്ന് വെച്ചാൽ ജഡത്തിന്റെ മോഹം നിവർത്തിക്കത്തില്ല. ഹാലേലൂയ. അപ്പൊ നമ്മൾ നടക്കുന്ന സമയത്ത് ആത്മാവിനനുസരിച്ച് നടക്കുമ്പോൾ ഹാലേലൂയ നമ്മുടെ ജീവിതത്തിൽ പ്രസംഗിക്കുന്നത് പോലെ നടക്കണം. പ്രസംഗവും ജീവിതവും രണ്ടാകല്ലേ. ഹാലേലൂയ. കയറി നിന്ന് പ്രസംഗിക്കുമ്പോഴും അവിടെ താഴെ ഇറങ്ങുമ്പോഴും നമ്മുടെ നടപ്പ് ഒരുപോലെ തന്നെ ആയിരിക്കണം. ഹാലേലൂയ. അപ്പം നടക്കുന്ന എങ്ങനെയാണ് അത് തന്നെ പ്രസംഗിക്കുകയും വേണം. ഹാലേലൂയ. അപ്പൊ നടപ്പ് എപ്പോഴും ഇവിടെ 10 കാര്യങ്ങൾ നമ്മൾ നടപ്പിനെ കുറിച്ച് അല്ലെങ്കിൽ 10-ാമത്തെ കാര്യം ആത്മാവിന് അനുസരിച്ച് നടക്കണം. അപ്പൊ ആത്മാവിന് അനുസരിച്ച് നടക്കുക. ഹാലേലൂയ. അപ്പം ഈ 10 നടപ്പുകളെ കുറിച്ച് നമ്മൾ കേട്ട്. ഹാലേലൂയ. ഇവിടെ നമ്മൾ ഹാനോക്കിന്റെ നടപ്പിനെ കുറിച്ച്, ദൈവത്തോട് കൂടെ നടന്ന ഹാനോക്ക്. ഹാലേലൂയ. ദൈവത്തോട് കൂടെ ഹാനോക്ക് നടന്നപ്പോ
ഹാനോക്കിനെ ദൈവം എടുത്തുകൊണ്ട് പോയി എന്ന് പറഞ്ഞ കാര്യം. കാരണം ദൈവം ഹാനോക്കിനെ എടുത്തോണ്ട് പോയി വെച്ചാൽ ഇവ ഭൂമിയിൽ നിന്ന് തന്നെ ജീവനോട് ഉൽപ്പത്തി തുടങ്ങിയിട്ട് ആദാമിന് ദൈവം മനുഷ്യനെ സൃഷ്ടിച്ച് നടക്കുന്ന ആദ്യമായി നടക്കുന്ന അത്ഭുതമാണ് ഹാനോക്കിനെ ദൈവം എടുത്തുകൊണ്ട് പോയി എന്ന് പറയുന്നത്. ഹാനോക്കിന്റെ മകൻ മെതുശല്ലം ജനിപ്പിച്ച സമയത്താണ് ഹാനോക്ക് ദൈവത്തോട് കൂടെ ദൈവം ആയിട്ട് എൻകൗണ്ടർ ഉണ്ടാകുന്ന ദൈവമായിട്ട്. അപ്പൊ ആ മകൻ ആ വാക്ക് ആ മകൻ പരിപാക്തത്വ സന്തതിയായിരുന്നു. അതിനുശേഷം അവിടെ അത് എടുത്തതിന് ശേഷമാണ് നമുക്ക് പ്രളയം ഉണ്ടാകുന്ന കാര്യങ്ങളൊക്കെ നമുക്ക് അറിയാവുന്ന കാര്യമാണ്. അപ്പൊ ഈ ആത്മാവിനെ അനുസരിച്ച് നടക്കുമ്പോൾ ആര് എന്നെ സംരക്ഷിക്കും എന്നുള്ള ഒരു പേരിന്റെ അർത്ഥം എന്താണ്. അപ്പൊ അങ്ങനെയൊക്കെ അത് കർത്താവ് നമ്മളെ സംരക്ഷിക്കും. അപ്പൊ ഇവിടെ ഹാനോക്ക് ദൈവത്തോട് കൂടെ നടന്നതിനെ കുറിച്ച് ഇപ്പൊ നമ്മൾ കാണുന്ന കാര്യം എന്ന് വെച്ചാൽ ഹാനോക്കിന്റെ ജീവിതത്തിൽ ദൈവത്തുമായിട്ട് അടുപ്പം വന്ന ദൈവത്തോട് കൂടെ നടന്നു കഴിഞ്ഞപ്പോഴത്തെ ആ ഹാനോക്കിന്റെ ആ തലമുറ അന്ന് ജനിച്ച തലമുറയും കൂടെ ഭൂമിയിൽ നിന്ന് മാറ്റപ്പെട്ടു കഴിഞ്ഞ ദൈവം ഒരു ഭൂമിയിൽ ഒരു നാശമെങ്കിലും വെച്ച്. അപ്പൊ നമ്മള് ദൈവത്തിന്റെ മക്കളായി ദൈവത്തിന്റെ വാക്ക് കേട്ട് ദൈവത്തോട് കൂടെ നടക്കുന്ന നമ്മുടെ തലമുറയിൽ നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ തലമുറയുടെ ജീവിതത്തിൽ ലോകത്ത് എല്ലായിടും നാശം സംഭവിച്ചു അവരൊരു നാശം കാണത്തില്ല. അതാണ് ദൈവത്തോട് കൂടെ നമ്മൾ നടക്കുമ്പോഴുള്ള നമുക്ക് കിട്ടുന്ന ഏറ്റവും വലിയ പ്രിവിലേജ് അതാണ്. അപ്പൊ നമ്മൾ ദൈവത്തോട് കൂടെ നടക്കണമെന്ന് വെച്ചാൽ നമുക്ക് ഇന്നും നമുക്കറിയാം ആത്മാവിനെ അനുസരിച്ച് നമ്മൾ നടക്കും. നമുക്കറിയാം ആത്മാവിനെ കൂടെ ആത്മാവിനോട് ചേർന്ന് നമ്മൾ നടക്കുന്ന അവസ്ഥ തന്നെയാണ്. ഹാനോക്ക് അന്ന് ദൈവത്തോട് കൂടെ നടന്നത് ദൈവം കൂടെ ഇറങ്ങി വന്ന ദൈവം അതിന് ഹാനോക്കിന് ദൈവത്തോട് കൂടെ നടക്കാൻ ആഗ്രഹം തോന്നാൻ കാരണം ഹാനോക്കിന്റെ കാലത്ത് ആദാം അപ്പച്ചൻ മരിച്ചിട്ടില്ല. ആദാം അപ്പച്ചന്റെ ദൈവത്തെ കുറിച്ചുള്ള കാര്യങ്ങളൊക്കെ ഉൽപ്പത്തിയോടെ ആ ദൈവത്തെ സൃഷ്ടിച്ച ദൈവം ഓരോന്ന് സൃഷ്ടിച്ച കാര്യങ്ങളൊക്കെ പറഞ്ഞ് ആ കഥയൊക്കെ കേൾക്കാനായിട്ട് ഹാനോക്ക് ജീവിച്ചിരുന്ന സമയം ആദാമിന്റെ കൂടെ കുറെ കാലങ്ങൾ മീൻസ് അപ്പൂപ്പനാണല്ലോ. അപ്പൊ അങ്ങനെ കേട്ടപ്പോഴായിരിക്കും ഈ ദൈവത്തെ കുറിച്ചൊരു പരിജ്ഞാനം ഹാനോക്കിന്റെ ഉള്ളിൽ വന്നതാണ്. ഹാനോക്ക് അപ്പൊ കൂടെ ഉള്ളവരെല്ലാം കഥ കേട്ട് കഴിഞ്ഞപ്പോഴത്തേന് ഇത് കഥ കേട്ട് അതൊക്കെ കണ്ട് അതിശയിച്ചപ്പോ ഹാനോക്ക് അവിടെ ചിന്തിച്ച അങ്ങനെയല്ല അപ്പച്ചനെ തൊട്ട ആ മഹത്വം എനിക്കൊന്ന് കാണണം. അപ്പച്ചനെ തൊട്ട ദൈവം അപ്പച്ചന്റെ അടുത്ത് വന്ന ദൈവത്തെ എനിക്കൊന്ന് അപ്പച്ചനെ തൊട്ട ദൈവത്തോട് കൂടെ എനിക്കൊന്ന് നടക്കണം എന്നൊക്കെ ഹൃദയത്തിൽ ആഗ്രഹിച്ചിട്ടുണ്ട്. അതായിരിക്കും ഹാനോക്കിനും മാത്രം ആ ഒരു ഭാഗ്യം ലഭിച്ചത്. അപ്പൊ നമ്മുടെ ഹൃദയത്തിലെ ആഗ്രഹങ്ങൾ എന്താണോ അതാ ദൈവം നമുക്ക്. നമ്മളെല്ലാവരും പറയുന്ന കേട്ട് കഥയും കേട്ട് അത്ഭുതങ്ങളും കേട്ട് അടയാളങ്ങൾ ഞാൻ എന്റെ സാക്ഷ്യം ഞാൻ പറഞ്ഞിട്ടുണ്ട് ഇടയ്ക്ക്. ഞാൻ പറയാം എന്റെ കൂടെ പല ദൈവദാസന്മാരും അവര് ഒത്തിരി ടൈം ഒക്കെ നമ്മൾ വന്നിരുന്ന് സ്പെൻഡ് ചെയ്യുമ്പോൾ അവരവരുടെ സാക്ഷ്യങ്ങളൊക്കെ പറയാനിടയായിട്ട്. അപ്പം പരിശുദ്ധാത്മാ വന്ന് ഒരു റൂമിൽ സുഗന്ധം നിറയുന്നു, അവരെ പഠിപ്പിക്കുന്നു. ഇതൊക്കെ കേൾക്കുമ്പോൾ ഞാനിപ്പുറത്ത് നിന്ന് അതൊക്കെ വെറുതെ അത് ഭയങ്കര അത്ഭുതം എന്നല്ല ഞാൻ പറയാം. ഞാനിപ്പുറത്ത് കർത്താവേ അവർക്ക് അങ്ങനെ ഒരു ഭാഗ്യം കൊടുത്തു, എനിക്കും അത് അനുഭവിച്ചറിയണം, അവർക്ക് ഇങ്ങനെ എനിക്കത് അനുഭവിച്ചു ഞാൻ എങ്ങനെ. അതുപോലെ ഹാനോക്കിന്റെ എഴുന്നള്ള് ദേവസ്വം പറയും എനിക്ക് എന്റെ മനസ്സ് പെട്ടെന്ന് ഹാനോക്ക് അപ്പൊ അപ്പച്ചൻ തൊട്ട ആ മഹത്വം എനിക്കൊന്ന് കാണും. അപ്പച്ചൻ എന്നും തോട്ടത്തിൽ വൈകുന്നേരം ആകുമ്പോൾ ദൈവം ഇറങ്ങി വരും, ഞങ്ങൾ ദൈവത്തോട് നടക്കും. അപ്പൊ അങ്ങനെ ഇറങ്ങി വരുന്ന ദൈവത്തെ എനിക്കൊന്ന് കാണണം, ആ ദൈവത്തിന്റെ കൂടെ എനിക്കൊന്ന് നടക്കണം. അങ്ങനെ ഹാനോക്ക് ആഗ്രഹിക്കാൻ തുടങ്ങി. ഹാനോക്കും ആ ദൈവത്തോട് ഇങ്ങനെ ഇതിനെല്ലാം ഹൃദയത്തിൽ ആഗ്രഹിച്ച് ഹാനോക്ക് അപ്പം ദൈവം അത് സ്വർഗത്തിൽ നിന്ന് ഭൂമിയിലേക്ക് നോക്കും. ഒരുത്തൻ എന്നെ തന്നെ ചിന്തിക്കുന്നു, എന്നെ കുറിച്ച് ആഗ്രഹിക്കുന്നു, എന്റെ കൂടെ നടക്കാൻ ആഗ്രഹിക്കുന്നു എന്നൊക്കെ കണ്ടപ്പോ ദൈവം സ്വർഗം വിട്ട് ഭൂമിയിലേക്ക് ഇറങ്ങി വന്നു. അപ്പൊ നമ്മുടെ ഹൃദയത്തിൽ എന്താണോ ആഗ്രഹം. ഞാനെന്ന് പറഞ്ഞിട്ട് ഞാൻ ഇങ്ങനെ പരിശുദ്ധാത്മാവ് സുഗന്ധമായിട്ട് വരുന്നു. ഞാൻ പറഞ്ഞ കർത്താവ് എനിക്ക് അനുഭവിച്ചറിയണം, ദൈവം അത് എനിക്ക് അനുഭവിച്ചു. ഞാൻ പറഞ്ഞു അന്നൊക്കെ ഞാൻ ഒറ്റയ്ക്ക് വായിക്കുമ്പോൾ ഒരു സുഗന്ധം വന്ന് നിറയും. എന്നിട്ട് എന്നെ ബൈബിള് പഠിപ്പിക്കും. ബൈബിൾ എനിക്ക് ഓരോ കാര്യങ്ങൾ വെളിപ്പെടുത്തരും, എന്നോട് സംസാരിക്കും. അത് മണിക്കൂറുകളോ ഒക്കെ നമ്മളോട് സംസാരിക്കും ദൈവം. ഇങ്ങനെയൊക്കെ ഒത്തിരി അനുഭവം എന്റെ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ട്. അതേ കാലങ്ങളിൽ ഇപ്പൊ അത്രത്തോളം ഒന്നും തീഷ്ണതയോടെ അങ്ങ് ദൈവസന്നിധി ഇരിക്കുന്നൊന്നുമില്ല. പക്ഷെ അന്നൊക്കെ ഞാൻ അനുഭവിച്ചതാണ് ഇത്. അപ്പൊ ഞാൻ ഒരു കാര്യം നമുക്കറിയാം, നമ്മൾ ആഗ്രഹിച്ചാൽ, നമ്മൾ ദൈവത്തോട് ചോദിച്ചാൽ ദൈവം സ്വർഗം വീഴ്ത്തിന്നിറങ്ങി നമ്മുടെ അടുത്ത് തന്നെ വരും. അതിന് ഒരു സംശയം ഇപ്പോഴും വരും ദൈവം. അന്ന് ഹാനോക്കിന്റെ അടുക്കൽ വന്ന് ഹാനോക്കിന്റെ കൂടെ നടന്ന ദൈവം നമ്മളെ അതുപോലെ. പക്ഷെ നമ്മൾ എങ്ങനെ നടക്കണം എന്നുള്ളതാണ്. നമ്മൾ നടക്കുമ്പോൾ നമ്മുടെ നടപ്പ് വളരെ ഇമ്പോർട്ടന്റ് ആണ്. നമ്മുടെ ഹൃദയത്തിൽ ആഗ്രഹം വളരെ ഇമ്പോർട്ടന്റ് ആണ്. നമ്മൾ ആഗ്രഹിച്ചാൽ, നമ്മൾ ചോദിച്ചാൽ, നമ്മൾ വാഞ്ചിച്ചാൽ ദൈവം നമുക്കത് സാധിപ്പിച്ചു തരും. കാരണം ദൈവത്തിന്റെ വളരെ ഭയങ്കര ഞാൻ ചോദിക്കുന്നത് ദൈവം അബ്രഹാമിനോട് ആടെയൊക്കെ മൈക്കോണാന്ന് തോന്നുന്നുണ്ടല്ലോ, ആരൊക്കെ സംസാരിക്കുന്നുണ്ട്. സാറമ്മ കുഞ്ഞുങ്ങളുണ്ടോ? അവരുടെ സംസാരമൊക്കെ കേൾക്കാം. രണ്ടുപേരും ഇവിടെ കയറി
ഹല്ലേലൂയ. അപ്പം ഇവിടെ നമ്മൾ കാണുന്ന ഹല്ലേലൂയ, ഹാനോക്ക് ഹല്ലേലൂയ, ആമേ ഹാനോക്കിന്റെ ഹൃദയത്തിലെ ആഗ്രഹത്തെ കുറിച്ച് ദൈവം കണ്ടിട്ട് ദൈവം. അപ്പൊ നമ്മൾ ഇന്ന് ദൈവത്തോട് നമ്മൾ സംസാരിക്കുന്ന സമയത്ത് ദൈവത്തോട് നിങ്ങൾ സംസാരിക്കണം. ദൈവത്തിന്റെ ഹൃദയത്തിലെ ഹല്ലേലൂയ സ്വപ്നങ്ങള്, ആഗ്രഹങ്ങൾ, ഇതൊക്കെ ദൈവം മറ്റുള്ളവരോട് പറയും. അല്ലെ, നമ്മൾ ഇപ്പൊ പഴയ നിയമം വായിച്ചു നോക്കിയാൽ ദൈവം കൃത്യമായി സംസാരിച്ചവരെ കാണുന്നുണ്ട്, ഒരുപാട് പേരെ കാണുന്നുണ്ട്. എന്തുകൊണ്ടാണ് ഞാൻ ഇപ്പം അന്ന് പറഞ്ഞ ദൈവം അതുപോലെ അന്ന് അവരോട് ഇന്നും സംസാരിക്കത്തില്ലേ? സംസാരിക്കാൻ എന്താ ആവശ്യം എന്ന് വെച്ചാൽ നമ്മൾ അവൈലബിൾ ആയി കൊടുത്താൽ മതി ദൈവത്തിന്. നമ്മുടെ ദൈവത്തിന് കേൾക്കാൻ വേണ്ടിയിട്ട് ദൈവം ഇങ്ങനെയൊക്കെ ഞാൻ പറയേ, ഒരു ത്രൂ ഔട്ട് നൈറ്റ് ഒക്കെ എന്നോട് ദൈവം ഇങ്ങനെ കഥയൊക്കെ പറഞ്ഞു. എന്ന് വെച്ചാൽ ദൈവത്തിന്റെ ആ ഹൃദയത്തിലെ വിഷൻസ് ഒക്കെ എന്നോട് പറഞ്ഞിട്ടുണ്ട്. ഹല്ലേലൂയ. ഇന്നലെ എന്നെ സ്നാനപ്പെടുത്തിയ പാസ്റ്റർ ഇന്നലെ വിളിച്ചു. കുറെ നാളൊക്കെ ശേഷമാണ് ഇന്നലെ വിളിച്ച്. അപ്പം പാസ്റ്റർ പറഞ്ഞപ്പോ വിളിച്ചപ്പോ എന്നോട് വർത്തനൊക്കെ പറഞ്ഞു, പാസ്റ്റർ ആലുവയില് കളമശ്ശേരി ആലുവയിലോട്ട് പോകുന്ന കളമശ്ശേരി കഴിയുമ്പോഴത്തേന് ആലുവയിൽ പുതിയ വീട് വെച്ച്, അപ്പൊ എയർപോർട്ടിലേക്ക് 10 കിലോമീറ്റർ ദൂരമുള്ള. അപ്പൊ പറഞ്ഞ് 2004 ഹല്ലേലൂയ ധർമ്മക്കണ്ട് പാസ്റ്റർ പറഞ്ഞ ദൂതാണ് ഇപ്പൊ നിവൃത്തിയായത്. സിസ്റ്റർ ഇതുപോലെ അന്ന് പറഞ്ഞെന്ന് എയർപോർട്ടിൽ നിന്ന് 10 കിലോമീറ്ററുള്ളിൽ ഞാൻ നിനക്ക് സ്വന്തമായി ഭവനം തരുമെന്ന് പറഞ്ഞ്, അത് ഒട്ടും പ്രതീക്ഷിക്കാതെ യാഥാർത്ഥ്യമായ കാര്യം. അപ്പൊ ഞാനതേ പറയാം, ധർമ്മക്കണ്ട് പാസ്റ്റർ ഹല്ലേലൂയ എന്നോട് പറഞ്ഞ ദൂതുകളുണ്ട് ഹല്ലേലൂയ. കാരണം വെച്ചാൽ അവിടെ ഹല്ലേലൂയ അദ്ദേഹം എന്തുകൊണ്ട് അങ്ങനെ അദ്ദേഹത്തിനെ കുറിച്ച് നമ്മൾ കേൾക്കാൻ ഒത്തിരി പേര് സാക്ഷ്യം പറഞ്ഞ് കേട്ടിട്ടുണ്ട്. പറഞ്ഞ ദൂതുകളിലൊക്കെ ഇങ്ങനെ അവരുടെ എല്ലാം ജീവിതത്തിൽ എന്തുകൊണ്ടാണ് അത് ദൈവം അവരോട് അവർ പ്രവാചക കോളിംഗ് ഉണ്ട് ഹല്ലേലൂയ. അതുപോലെ തന്നെ ദൈവത്തിന്റെ ശബ്ദം കേട്ടിട്ട് അദ്ദേഹത്തെ ഞാൻ ആദ്യം കേട്ടേക്കുന്ന അദ്ദേഹം അമ്പലത്തിലെ പൂജാരി അങ്ങനെ എന്തോ ആയിരുന്നു അല്ലെ. അത് കഴിഞ്ഞിട്ട് ദൈവം വിളിച്ചു കഴിയുമ്പോൾ പുള്ളി വന്നിട്ട് ദൈവസന്നിധി 3:40 ഒന്നിച്ചു 120 ദിവസം വെള്ളം മാത്രം കുടിച്ചിട്ടുണ്ട്. പുള്ളി ഫാസ്റ്റ് ചെയ്ത് ദൈവസന്നിധിയിൽ അങ്ങ് ഇരുന്നു. ഹല്ലേലൂയ. ദൈവം അങ്ങ് നിറച്ചു പുള്ളിയാണ്. ഹല്ലേലൂയ. പുള്ളി പ്രാർത്ഥിക്കാൻ റൂമിൽ ഇരുന്നാൽ മതി. ഇന്നത്തെ ഗൂഗിൾ മാപ്പ് ഒക്കെ തോറ്റുപോകും. അതുപോലെ ആൾക്കാരെ കാണിച്ച് അവരുടെ ലൊക്കേഷൻ, അഡ്രസ്, അടുത്തുള്ള കിട്ടാവുന്ന അടുത്തുള്ള അല്ലെങ്കിൽ അവർ പോകുന്ന സഭയിലെ പാസ്റ്ററുടെ ഫോൺ നമ്പർ സഹിതം വെളിപ്പെടുത്തി കൊടുക്കും. പുള്ളി അടുത്ത് വിളിച്ച് ഇന്ന ആളുണ്ട്, ഓക്കെ ശരി കൊണ്ടുപോകാം എന്ന് പറഞ്ഞിട്ട് അങ്ങനെയായിരുന്നു പുള്ളിയുടെ മിനിസ്ട്രി എന്ന് കേട്ടിട്ടുണ്ട് ഞാൻ. ഹല്ലേലൂയ. എന്ന് വെച്ചാൽ ജോജുമോൻ പാസ്റ്റർ സാക്ഷ്യം പറയാം പുള്ളിയുടെ കാര്യം. പുള്ളി 9 വയസ്സിൽ സംസാരിക്കാത്ത വ്യക്തിയായിരുന്നു. ഒരു സവറ ചർച്ചിലെ പാസ്റ്റർക്ക് ഒരു കോള് വന്ന്, ഇതുപോലെ ഒരു കുഞ്ഞ് നിങ്ങളുടെ ചർച്ചിലുണ്ടോ? ഉണ്ടെന്ന് പറഞ്ഞു. ആ കൊച്ചിനെ ഇങ്ങോട്ട് കൊണ്ടുവന്നു. കൊണ്ടുവന്ന് അകത്തോട്ട് കയറിയപ്പോഴേ പറയാ, എന്നെ കണ്ടിട്ട് പോലെ, പക്ഷെ അകത്തോട്ട് ജോജുമോനെ കയറി വാടാന്ന് പറഞ്ഞ് അന്ന് പ്രാർത്ഥിച്ച്, അന്ന് നാവിന്റെ കെട്ടഴിഞ്ഞെന്ന് മാത്രമല്ല, അന്ന് തുടങ്ങിയിട്ട് വചനം പ്രസംഗിക്കാൻ തുടങ്ങി. അഭിഷേകം പകർന്ന് പ്രാർത്ഥിച്ച് അന്ന് തുടങ്ങി വചനം പ്രസംഗിക്കുന്നതാ. അല്ല, ഇവിടെ എല്ലാ വർഷവും വരാറുണ്ട്. ഞങ്ങളായിട്ട് ഒത്തിരി സമയം സ്പെൻഡ് ചെയ്തിട്ട്. അപ്പൊ അന്ന് ആ സാക്ഷിയൊക്കെ പറഞ്ഞു. അപ്പൊ ഞാൻ പറയാം, അന്ന് എന്താ ദൈവത്തിന് ഹല്ലേലൂയ, ദൈവത്തിന്റെ അവൈലബിൾ ആയി കൊടുക്കുന്ന ദൈവം അന്ന് ഉപയോഗിക്കുന്നു, ഇന്നും ഉപയോഗിക്കുന്നു. ഇന്ന് ദൈവം, ഞാൻ പറയാം, ദൈവം തിരയുന്നു ഇങ്ങനെ ആൾക്കാര്. ഇന്ന് ആൾക്കാർക്കൊന്നും സമയമില്ല. എന്നാൽ നമ്മുടെ ഗസ്യ പറഞ്ഞ പോലെ മൊബൈലൊക്കെ ഇങ്ങനെ താലോലിച്ചുകൊണ്ടിരിക്കുക നമ്മളൊക്കെ ഓരോരുത്തരും. അതൊക്കെ ഒന്ന് താത്തി വെച്ചിട്ട് വേണ്ടേ, അങ്ങോട്ടൊന്ന് നോക്കിയിട്ട് വേണ്ടേ ദൈവത്തിന് നമ്മളോട് സംസാരിക്കാൻ. ദൈവം നമ്മുടെ കൂടെ വന്നിരുന്ന് ചേർന്നിരുന്ന് ഹല്ലേലൂയ, നമ്മുടെ പരിശുദ്ധാത്മ നമ്മളിലുണ്ട് ഹല്ലേലൂയ. പക്ഷെ നമുക്ക് പരിശുദ്ധാത്മ ശക്തിയായിട്ടോ ഒന്നും നമുക്ക് അനുഭവപ്പെട്ടാൽ പോരാ ഹല്ലേലൂയ. പരിശുദ്ധാത്മ ഒരു വ്യക്തിയായിട്ട് തന്നെ നമ്മുടെ കൂടെ നമുക്ക് അനുഭവപ്പെടണം. നമുക്ക് അറിയണം പ്രസൻസ്. എന്റെ കൂടെ അറിയാൻ പറയാം. പണ്ട് നേരത്തെ ഞാൻ വണ്ടി ഡ്രൈവ് ചെയ്ത് പോകുമ്പോൾ നേരത്തെ അന്നുണ്ടായിരുന്നു പറയുന്നല്ല, ഇന്ന് എന്തെന്നാ നമ്മൾ നോക്കുന്നത് ഹല്ലേലൂയ. അപ്പം ഞാൻ പറയാം, എന്റെ റൈറ്റ് സൈഡിലെ സീറ്റിൽ ഹല്ലേലൂയ, എപ്പോഴും ഞാൻ ആ സീറ്റിൽ ആരും ഇരുത്തത്തില്ല. ഞാൻ ആ സീറ്റ് ഒഴിവാക്കിയാണ് ആൻവരി വന്ന മതില്. അപ്പൊ ആ സീറ്റിൽ എപ്പോഴും ഹല്ലേലൂയ പരിശുദ്ധാത്മ എന്റെ കൂടെ ഇരിക്കുന്നതായിട്ട് എനിക്ക് ഫീൽ ചെയ്യാറുണ്ട്. ഞാൻ വർത്താനം പറഞ്ഞൊക്കെ സംസാരിച്ച് പോകാറുണ്ടായിരുന്നു. പക്ഷെ ഈ അനുഭവം നമ്മുടെ ജീവിതത്തിൽ ത്രൂ ആയിട്ട് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകണം. ആ സമയത്തൊക്കെ നാട്ടിലെ പല ദൈവദാസന്മാരൊക്കെ ഫാസ്റ്റ് ചെയ്തൊക്കെ ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കുന്ന വിഷയങ്ങൾക്ക് മറുപടി ഇവിടെ ആ യാത്രയിൽ കാർ ഡ്രൈവ് ചെയ്യുമ്പോഴേക്കും എന്നോട് ദൈവം പറയും, ആരെ വിളിച്ചിട്ട് ഇന്ന് പറ, അവരോട് ഇത് പറ. അപ്പൊ ഞാനിത് അതേപോലെ തന്നെ പറയുമ്പോൾ അവർ ചോദിക്കും, മിനിസിസ്റ്റർ എന്താ ഇങ്ങനെ പറഞ്ഞു? അപ്പൊ എനിക്കറിയത്തില്ല, ദൈവം പറഞ്ഞു. അപ്പൊ ഞങ്ങൾ 2 ആഴ്ചയായിട്ട് ഞാൻ ഉപവസിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു ഈ ഒരു വിഷയത്തിന് വേണ്ടിയിട്ട്, അതിന് മറുപടിയാന്നൊക്കെ പറയും. അങ്ങനെ അപ്പൊ ദൈവം നമ്മളോട് ഇന്നും ദൈവത്തിന് മറ്റുള്ളവർ അറിയിക്കാനുള്ള ദൂതുകൾ ഹല്ലേലൂയ, അറിയിക്കാനുള്ള ആലോചനകളൊക്കെ ദൈവം ഹല്ലേലൂയ നമുക്ക് വേണ്ടി കാത്തിരിക്കുന്നുണ്ട്. നമ്മൾ ഇപ്പൊ ഞാൻ പറയുന്നത്, നമ്മൾ എല്ലാവരും പ്രാർത്ഥനയ്ക്ക് കയറിയിരിക്കാറുണ്ട്. പ്രാർത്ഥനയ്ക്ക് കയറുന്ന ചറപറ എന്ന് പറഞ്ഞിട്ട് നമുക്ക് പറയാനുള്ള വിഷയങ്ങളെല്ലാം പറയും. അല്ലെ, ആമേ ഹല്ലേലൂയ സ്തോത്രം പറഞ്ഞ് നമ്മൾ ഇറങ്ങി അങ്ങ് പോകും. അല്ലേ? പേഴ്സണൽ പ്രെയർ നിങ്ങൾ ഇരിക്കുന്നുണ്ട്, ഇരിക്കാറുണ്ടോ? എല്ലാവരും പേഴ്സണൽ പ്രെയർ ഒക്കെ അല്ലെങ്കിൽ കുടുംബ പ്രാർത്ഥന ഉണ്ട്. കുടുംബ പ്രാർത്ഥന ഇത് തന്നെയായിരിക്കും സ്ഥിതി. നിങ്ങൾ വ്യക്തിപരമായി പ്രാർത്ഥിക്കാൻ ദൈവസന്നിധി ഇരിക്കും. നിങ്ങൾ ദൈവത്തോട് കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ട് നിങ്ങൾ അവിടുന്ന് അപ്പൊ തന്നെ എഴുന്നേറ്റ് പോവുകയല്ല ചെയ്യുന്നത്. ആണോ? എപ്പോഴാ ദൈവം നമ്മളോട് സംസാരിക്കുന്നത്? എപ്പോഴാ ദൈവം നമ്മളോട് സംസാരിക്കുന്നത്?
നമുക്കൊക്കെ ആഗ്രഹമില്ലേ? ഹാനോക്ക് ഉൽപ്പത്തി ജീവിച്ച മനുഷ്യൻ വെളിപ്പാട് പുസ്തകം വരെ പ്രവചിച്ചിട്ടുണ്ട്. ഹല്ലേലൂയ. ആ വെളിപ്പാട് പുസ്തകം ദൈവം കാണിച്ചു കൊടുത്ത്, ദൈവം വെളിപ്പെടുത്തി കൊടുത്ത് പ്രവചിച്ചിട്ടുണ്ടെങ്കിൽ ഹല്ലേലൂയ, ഹാനോക്കിനോട് ദൈവം പറഞ്ഞതുപോലെ നമ്മളോടും പറയണം. ദൈവം നമ്മൾ ആഗ്രഹിക്കുന്നത് ഇനി വരാനുള്ള അളവ്, അപ്പൊ ഇനിയുള്ള കാലത്ത് ഭൂമിയിൽ എന്തൊക്കെ സംഭവിക്കാൻ പോകുന്നു എന്ന് നമ്മളോട് ദൈവം വെളിപ്പെടുത്തണ്ടേ? അറിയണ്ടേ? അത് ആഗ്രഹമില്ലേ? ഉണ്ട്. ആഗ്രഹം മാത്രം പോരാട്ടോ, പ്രവൃത്തി കൂടെ വേണം. നമുക്കെല്ലാവർക്കും ആഗ്രഹം വരും, പ്രസംഗമൊക്കെ കേൾക്കാൻ ഭയങ്കര ആഗ്രഹം വരും. പക്ഷെ ഈ ആഗ്രഹത്തിന് വേണ്ടി നമ്മൾ എന്ത് ചെയ്യുന്നു? നമുക്ക് എല്ലാത്തിനും സമയമുണ്ട്. നമ്മളെന്ന് പറഞ്ഞാൽ ഭയങ്കര ടൈറ്റ് ഷെഡ്യൂൾ നമ്മളെല്ലാവരും. രാവിലെ എഴുന്നേറ്റാ ഇന്ന കാര്യങ്ങൾ, അത് ചെയ്യണം, ഇത് ചെയ്യണം, അത് ചെയ്യണം. ഈവൻ നമുക്ക് അറിയണമെങ്കിൽ എല്ലാത്തിനും നമുക്ക് സമയമുണ്ട്. നമ്മുടെ വീട്ടിൽ പട്ടിയും പൂച്ചയുണ്ട്, അതിന് വരെ നമുക്ക് സമയമുണ്ട്. പക്ഷേ നമുക്ക് ദൈവത്തിന് കൊടുക്കാൻ സമയമില്ല. ഷോപ്പിങ്ങിന് സമയമുണ്ട്, കുക്കിങ്ങിന് സമയമുണ്ട്, എവിടെയെങ്കിലും പോയി യാത്ര പോകാൻ സമയമുണ്ട്, അതിന് സമയമുണ്ട്, ഇതിന് സമയമുണ്ട്, എല്ലാത്തിനും സമയമുണ്ട്. പക്ഷേ നമ്മൾ ദൈവത്തിന് കൊടുക്കാൻ നമ്മൾ 24 മണിക്കൂർ കിട്ടിക്കണം. നമ്മൾ അതൊക്കെ വായിച്ചു കഴിഞ്ഞാൽ നമ്മൾ പല മീറ്റിങ്ങിൽ കയറും, നമ്മൾ ചിലപ്പം പ്രാർത്ഥനയ്ക്ക് കയറും, ഇതെല്ലാം കയറും. പക്ഷേങ്കിൽ ഇവിടെയൊന്നും നമ്മൾ ദൈവത്തിന് സമയം കൊടുക്കുമെന്ന് പറയാൻ പറ്റത്തില്ല. ഇതൊക്കെ നമ്മൾ ദൈവത്തെ അറിയാൻ വേണ്ടി സമയം കണ്ടെത്തുന്നത്. പക്ഷെ ദൈവത്തിന് നമ്മൾ സമയം കൊടുക്കണം നമ്മുടെ ജീവിതത്തിൽ. ഇന്ന് തുടങ്ങിയിട്ട് നിങ്ങൾ അല്പസമയങ്ങളിൽ, ഞാൻ പറയും, ഒരു മണിക്കൂറെങ്കിലും മിനിമം ദൈവത്തിന് വേണ്ടി മാറ്റി വെച്ചിട്ട് ദൈവസ്ഥാനത്തിൽ ദൈവത്തിന് കേൾക്കാൻ വേണ്ടി ഞാൻ ഇരിക്കാൻ പോകുന്നവർ. കർത്താവ് എന്നോട് സംസാരിക്കണമേ, എനിക്ക് അപ്പന്റെ ഹൃദയത്തിൽ എന്നെ കുറിച്ചുള്ള ആഗ്രഹങ്ങൾ, അല്ലെങ്കിൽ നമുക്ക് നാളെ എന്താ സമയം, ഞാൻ എന്താ ചെയ്യേണ്ട, അടുത്ത എന്ത് ചെയ്യണം, അല്ലെങ്കിൽ ഇവിടെ എന്തൊക്കെ സംഭവിക്കാൻ പോകുന്നു എന്നൊക്കെ നമ്മൾ ചോദിച്ചിരിക്കുകയാണെങ്കിൽ ഈ ലോകത്ത് ഞാൻ പറയാം, ദൈവം നമുക്ക് വെളിപ്പെടുത്താതെ ഒരു കാര്യം ചെയ്യത്തില്ല. ആരുടെയെങ്കിലും പേര് വിളിച്ച് പറയുന്നതോ പാസ്പോർട്ട് നമ്പർ പറയുന്നതോ അങ്ങനെ വീട് കിട്ടും, കാറ് കിട്ടും എന്ന് പറയുന്നതൊന്നും അല്ല പ്രവചനം. പ്രവചനം എപ്പോഴും ദൈവത്തെ മനുഷ്യരെ തമ്മിൽ അടുപ്പിക്കുന്നതായിരിക്കണം. അവരെ ദൈവസന്നിധിയിൽ ദൈവത്തിന് കൊള്ളാകുന്നവരെ വളർത്തിയെടുക്കുന്നതായിരിക്കണം. ദൈവത്തിന് യോഗ്യമാവണ്ണം നടക്കാൻ ഒരാളെ പ്രേരിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ളതായിരിക്കും പ്രവചനങ്ങൾ. ദൈവത്തുമായിട്ട് നിരപ്പ് പ്രാപിക്കാനുള്ള കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് പ്രവചനം. പ്രവചനത്തിലൂടെ അനേകർ യഥാസ്ഥാനത്ത് ദൈവത്തിന് കൊള്ളാകുന്നവരായി മാറുക എന്നുള്ള ഏറ്റവും വലിയ പ്രവചനത്തിന്. നമ്മൾ പഴയ നിയമം വായിച്ച് നമുക്കറിയാം, എവിടെ പ്രവാചകൻ എൻട്രി ചെയ്തിട്ട് അവിടെ അവരുടെ കുറവുകൾ വെളിപ്പെടുത്തി അവരെ ദൈവത്തെങ്കിലേക്ക് മടക്കി വരുത്തിയത്. ഇത് നമ്മളെ ജീവിതത്തിൽ വരുമ്പോൾ ഞാനൊക്കെ പറയാം, നമ്മൾ എവിടെ കടന്നു ചെന്നാലും അവര് ദൈവത്തിലേക്ക് നമ്മൾ അവരെ മടക്കി വരുത്താൻ നമുക്ക് കഴിയണം. അപ്പം ഇതൊന്നും അതിനകത്തുള്ളതല്ല കേട്ടോ. ഹാനോക്ക് ദൈവത്തോട് കൂടെ നടന്നതുപോലെ നമുക്ക് എല്ലാവർക്കും നടക്കണം. നമ്മളെല്ലാം അതിനെ ആഗ്രഹിക്കണം. അതിനു വേണ്ടിയിട്ട് നമ്മൾ എന്താ ചെയ്യുന്നത് വെച്ചാൽ, നമ്മുടെ സമയം നമ്മൾ ഫസ്റ്റ് നമുക്ക് ആഗ്രഹം വേണം. ആഗ്രഹം കൊണ്ട് മാത്രം ഒതുങ്ങരുത്. ആഗ്രഹത്തിനോടൊപ്പം നമ്മൾ അതിന് പ്രവൃത്തി വേണം. അതിനുവേണ്ടി നമ്മൾ സമയം കണ്ടെത്തുക തന്നെ വേണം. ഹല്ലേലൂയ. നമുക്ക് സമയം കണ്ടെത്തണം. നമ്മൾ ദൈവത്തോട് കൂടെ ഇരിക്കണം, ദൈവത്തിന്ന് കേൾക്കണം. ഞാനും ഇന്നലെ ആഗ്രഹിച്ചു. ദൈവമേ, പഴയതുപോലെ ദൈവത്തോട് കൂടെ കുറെ സമയമൊക്കെ സ്പെൻഡ് ചെയ്യുന്ന ഇപ്പോഴും സംസാരിക്കുന്ന ആ ഒരു രീതിയിലേക്ക് ഇപ്പോഴും നമ്മൾ ദൈവത്തോട് സംസാരിക്കുക, അന്യ ഭാഷയിലൊക്കെ ദൈവം സംസാരിക്കാൻ. പക്ഷേ ആ പഴയ അതുപോലെ മറ്റേതൊക്കെ വെച്ചാൽ ഇങ്ങനെ ത്രൂ ഔട്ട് നമുക്ക് കേട്ടോണ്ടിരിക്കാം, ത്രൂ ഔട്ട് നമുക്ക് കാണാൻ പറ്റുമായിരുന്നു. കാരണം വിഷൻസ് ഒക്കെ ആയിട്ട് ദൈവം വെളിപ്പെടും. പക്ഷെ ഇപ്പൊ അങ്ങനെ നമുക്കില്ല. നമ്മൾ പ്രാർത്ഥനാ സമയത്തൊക്കെ ദൈവം ഇടപെടുന്നില്ല. പക്ഷേ അല്ലാത്തപ്പോൾ നമുക്ക് അതുപോലെ വീണ്ടും തിരിച്ച് മടങ്ങി വരണമെന്ന് എന്റെ ഹൃദയത്തിൽ നല്ല ആഗ്രഹം ഉണ്ടായി. അതുപോലെ നിങ്ങൾ ഓരോരുത്തരും ആഗ്രഹിക്കുക ദൈവത്തോട് കൂടെ നടക്കാനായിട്ട്. നമ്മളിപ്പോ ദൈവം നമ്മളിലുണ്ട്, നമ്മൾ ക്രിസ്തുവിലാണ്, നമ്മൾ ക്രിസ്തു. പക്ഷെ ഇതെല്ലാം ഉണ്ടെങ്കിലും നമ്മളെപ്പോഴും അതിന്റെ ശക്തിയായിട്ടോ എന്തൊക്കെയോ ആയിട്ട് നമ്മൾ അനുഭവിച്ചറിയുമ്പോൾ ആത്മാവിൽ നടക്കുന്ന വെച്ചാൽ ശക്തിയായിട്ടൊന്നും അല്ല, നമുക്കൊരു വ്യക്തിയായി തന്നെ നമ്മുടെ കൂടെ ഒരു വ്യക്തിയുള്ള കണക്ക് നമുക്ക് അറിയണം, ആ പ്രസൻസ് എന്റെ കൂടെ ആരും ഉണ്ടെന്ന്. ആ ദൈവം നമ്മുടെ കൂടെയുള്ള തിരിച്ചറിഞ്ഞ് ആ ദൈവത്തോട് ഒരു വ്യക്തിയോട് സംസാരിക്കുന്ന പോലെ സംസാരിച്ചുകൊണ്ട് നമ്മൾ ഒരു വ്യക്തിയോട് കൂടെ നമ്മൾ എങ്ങനെയൊക്കെ എന്തൊക്കെ കാര്യങ്ങൾ ഷെയർ ചെയ്യുമ്പോൾ അതുപോലെ തിരിച്ചും കേട്ട് അത് അങ്ങനെ നമുക്ക് നടക്കാനായിട്ട് അങ്ങനെ നമ്മൾ ദൈവ രാജ്യത്തിന് അനുഗ്രഹമായി മാറണം. ഈ കാലഘട്ടത്തിൽ ഞാൻ നേരത്തെ പറഞ്ഞ വിശ്വസ്തരധികമില്ല. ആമീൻ. അതുകൊണ്ട് നമ്മൾ വിശ്വസ്തരായി ദൈവത്തിന് വേല ചെയ്യണമെങ്കിൽ നമ്മൾ ദൈവത്തിൽ നിന്ന് തന്നെ നേരിട്ട് ഒരു മീഡിയേറ്റർ ഇല്ലാതെ നേരിട്ട് ദൈവത്തിൽ നിന്ന് കേട്ട് നമ്മൾ ചെയ്യുന്നത് ഏറ്റവും നല്ലത്. മറ്റൊരാൾ നമ്മളോട് പറയുമ്പോൾ അയാൾ ചിലപ്പം അയാളുടെ മനസ്സിൽ തോന്നുന്ന പോലെ
അത് ചിലപ്പം പറഞ്ഞേക്കാം ഹാലയിലെ. കാരണം വെച്ചാൽ അയാൾക്കത് ദൈവം കാണിച്ചാൽ റൈറ്റ് ആയിട്ട് ഇന്റർപ്രറ്റ് ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ നമുക്ക് അവർക്ക് തോന്നുന്ന പോലെ നമ്മൾ, പക്ഷെ നമ്മൾ ദൈവത്തെ നേരിട്ട് ദൈവം നമ്മളോട് സംസാരിക്കുകയാണെങ്കിൽ നമുക്കത് തിരിച്ചറിയാൻ പറ്റും ദൈവം എന്താ നമ്മളോട് സംസാരിക്കും. നമുക്ക് വ്യക്തത വരും ഹാലയിലെ. അല്ല ദൈവത്തോട് നമുക്ക് ചോദിക്കും, കർത്താവ് ഇത് ഇങ്ങനെയാണോ അതങ്ങനെയാണോ ഒന്നുകൂടെ ചോദിച്ച് നമുക്ക് കൺഫേം ചെയ്യാൻ പറ്റും. അതുകൊണ്ട് നമ്മൾ ദൈവത്തോട് കൂടുതൽ കൂടെ നടക്കാൻ വേണ്ടിയിട്ട് ഹാലേലിയ നമ്മളും ആഗ്രഹിക്കുക. അതിനാ ദൈവം നമ്മളെല്ലാവരും അനുഗ്രഹിക്കുമാറട്ടെ. ആ 10 നടപ്പ് മറന്നു പോലെ ഞാൻ പറഞ്ഞത് ഹാലേ, അത് 10 നടപ്പും ഹാലേ നമ്മൾ ഓരോരുത്തരും പഠിച്ചു വെക്കണം ഹാലേ, ഇങ്ങനെ നമ്മൾ നടക്കണം എന്നുള്ളത് ഹാലേലിയ. ആ വാക്യങ്ങളൊക്കെ നോട്ട് റെഫറൻസ് എഴുതുന്നവർക്ക് അത് എഴുതി വെച്ചിട്ടുള്ളത് ഇതെടുത്തൊന്ന് വായിച്ച് ഹാലേ നമ്മൾ അതിൽ ഹാലേ തന്നെ ആയിരിക്കാൻ വേണ്ടിയിട്ട് ഹാലേലിയ നമ്മൾ ആഗ്രഹിക്കുക. അതിനുവേണ്ടി നമ്മൾ ദൈവത്തോട് ചേർന്ന് നടക്കുക. ഈ വചന ദൈവം എല്ലാവരും അനുഗ്രഹിക്കുമാറട്ടെ. ആമേൻ. സ്തോത്രം. ഗോഡ് ബ്ലസ് യു.